977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി PFI. കോടതിയിൽ NIA ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജിയും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പ്രതി സിറാജുദ്ദീനിൽ നിന്ന് 240 പേരുടെ ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്തു. ഇതര മതസ്ഥരെ PFI ലക്ഷ്യം വെച്ചെന്ന് NIA. 2047 ഇസ്ലാമിക രാഷ്ട്രമാണ് PFI ലക്ഷ്യം വെച്ചതെന്നും NIA റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, NIA റിപ്പോർട്ടിൽ അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ളതും ഞെട്ടിക്കുന്നതുമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് PFI. 977 പേരടങ്ങുന്ന ആ ഹിറ്റ് ലിസ്റ്റിൽ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. രോഹിണി, ഏറ്റവും ഗൗരവപരമായ വിവരങ്ങൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് നിരോധിത ഭീകര സംഘടനയായ PFIയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 950-ലധികം പേരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കി അവരെ ലക്ഷ്യമാക്കിയായിരുന്നു PFI പ്രവർത്തിച്ചിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ചെറിയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് ഈ ആളുകളെയായിരുന്നു. ഇതിനു വേണ്ടി തന്നെ പ്രത്യേകമായി ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരുന്നു. ആക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പുകൾ, ഹിറ്റ് ലിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഗ്രൂപ്പുകൾ എന്നിവ പ്രത്യേകമായി തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഓരോന്നിലും 5 മുതൽ 10 വരെയുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിയായിരുന്നു ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ തയ്യാറാക്കിയിരുന്നത് എന്നും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മുൻ ജഡ്ജി അടക്കം, റിട്ടയർഡ് ജില്ലാ ജഡ്ജി അടക്കമുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതര മതസ്ഥരായ ആളുകളെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദി സംഘം ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. നിരവധി ആളുകളുടെ പട്ടിക ഇത്തരത്തിൽ ഓരോ ജില്ലയിലും തയ്യാറാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഓരോ സ്ഥലങ്ങളിലും ആക്രമിച്ചു കൊലപ്പെടുത്തേണ്ടവരുടെ എല്ലാം തന്നെ പട്ടിക തയ്യാറാക്കിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദി സംഘം മുന്നോട്ട് പോയത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതിലെ കേസുമായി ബന്ധപ്പെട്ട 4 പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ആണ് ദേശീയ അന്വേഷണ ഏജൻസി നിർണായകമായ തങ്ങളുടെ കണ്ടെത്തലുകൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതിൽ വ്യക്തമാക്കുന്നത് പ്രത്യേക വിങ്ങുകൾ PFIക്ക് ഉണ്ടായിരുന്നു. ആക്രമണം നടത്തുന്നതിന് റിപ്പോർട്ടേഴ്സ് വിങ്, ഒപ്പം തന്നെ നേരിട്ട് ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വിങ്, റിപ്പോർട്ടേഴ്സ് വിങ് എന്ന പേരിൽ ഒരു വിങ് ഉണ്ടായിരുന്നു. പിന്നീട് നേരിട്ട് ആക്രമണം നടത്തുന്നതിന് കായിക പരിശീലനം നേടിയ സായുധ പരിശീലനങ്ങൾ നേടിയിട്ടുള്ള സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു വിങ്, അങ്ങനെ നിരവധി വിങ്ങുകൾ പ്രത്യേകമായി തന്നെ. ശരി ജിജീഷ്, ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി മുൻ NIA ഉദ്യോഗസ്ഥൻ കൂടിയായ ശ്രീ TK രാജ്മോഹൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ, 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ് PFI. കോടതിയിൽ NIA ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങേറ്റം ഗൗരവ സ്വഭാവമുള്ളതല്ലേ? കാരണം ഈ ഹിറ്റ് ലിസ്റ്റിൽ ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജ് കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പിന്നെ ഇതുപോലെയുള്ള ഓർഗനൈസേഷന്റെ ഒരു ടാസ്ക് തന്നെ അതാണ്. അതായത് അവരെ ഓർഗനൈസേഷന്റെ വളർച്ചക്ക്, ഇതുപോലെ തീവ്രവാദ ഓപ്പറേഷൻസ് നടത്തുന്ന ഈ ഓർഗനൈസേഷന്റെ വളർച്ചക്ക് ആരൊക്കെ വിഘാതമായി നിൽക്കുന്നോ അവരുടെ കുറിച്ചിട്ടൊരു ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. ആ പ്രൊഫൈൽ തയ്യാറാക്കിയതിന് ശേഷം അവരുടെ ആക്ടിവിറ്റി എങ്ങനെയാണ് അവരെ ബാധിക്കുക, വളരെ സീരിയസ് ആയിട്ട് ഈ ഓർഗനൈസേഷന്റെ വളർച്ചയെ ബാധിക്കുന്ന തരത്തിലാണ് ആ പ്രൊഫൈൽ കാണുന്നതെങ്കിൽ അവരെയൊക്കെ പിന്നെ ഹിറ്റ് ലിസ്റ്റ് ഏർപ്പാട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അതിന്റെ ആ ഓർഗനൈസേഷന്റെ ഒരു ആക്ടിവിറ്റിയാണത്. അപ്പൊ അത്തരത്തിലുള്ള ഈ ആക്ടിവിറ്റീസ് അന്വേഷണ ഏജൻസി സുദീർഘമായി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പം തികച്ചും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോഴിതിൽ ഒരു ജില്ലാ ജഡ്ജിമാരിലുള്ള ഒരു ഓർഗനൈസേഷനിൽപ്പെട്ട ഒരാളും കൂടി ഇതിൽ ഈ ടാർഗറ്റിലുണ്ട് എന്ന് പറയുമ്പോൾ അത് അവരുടെ ഈ തീവ്രവാദ ആക്ടിവിറ്റീസ്, അതായത് അവരുടെ ഓർഗനൈസേഷൻ വളരാൻ വേണ്ടി ഏതറ്റവും വരെ പോകുമെന്നും അതിന് ജുഡീഷ്യറി ആയാലും ശരി, എക്സിക്യൂട്ടീവ് ആയാലും ശരി, അല്ല വേറെ ഏത് വിഭാഗങ്ങളായാലും ശരി, അവരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ എബോളിഷ് ചെയ്തുകൊണ്ട്, അതായത് ഈവൺ ഹർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈവൺ കൊല ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി അത്തരത്തിലുള്ള ഓർഗനൈസേഷനാണ് ഈ ഇപ്പം ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ ബാൻ ഒന്നുകൂടി ഊട്ടിയുറപ്പുന്ന തരത്തിലുള്ള എവിഡൻസ് ആണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ ഓർഗനൈസേഷന്റെ ഫർദർ ബാനിന് കൂടി ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ സഹായിക്കും. അത് ചെയ്ത് NIA വളരെ പ്രാപ്തമായ വളരെ
സീരിയസ് ആയ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ അനർത്ഥം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും വളരെ ശ്ലാഘനീയമായ കാര്യമാണ് NIA സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓർഗനൈസേഷന്റെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഏതറ്റം വരെ പോകും. കാരണം അവരുടെ വളർച്ചയെ ആരാണോ പ്രതിരോധിക്കുന്നത് അവരെ ഉന്മൂലനം ചെയ്യാനും കൂടി ഈ ഓർഗനൈസേഷൻ തയ്യാറാണ്. അതാണ് അതിന്റെ ഭീകരത, അതാണ് അതിന്റെ തീവ്രവാദം. അത് പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ഏജൻസിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ശ്രീ ടി കെ രാജ്മോഹൻ, ഒരു കാര്യം കൂടി, ഇവരിങ്ങനെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി തങ്ങളുടെ ആശയത്തിന് വിരുദ്ധമായി ആരാണോ പ്രവർത്തിക്കുന്നത് അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണോ ഈ ഹിറ്റ് ലിസ്റ്റുമായി അവർ മുന്നോട്ട് പോകാനും ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 2047 ഒരു ഇസ്ലാമിക രാഷ്ട്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള PFIയുടെ ഈ പ്രവർത്തനത്തിൽ ഈ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെയൊക്കെ വകവരുത്തുക എന്നുള്ളത് തന്നെയാണോ ഇവരുടെ ലക്ഷ്യം? അല്ല, അത് അവരുടെ ഒരാൾക്ക് ഓരോ ടാർഗറ്റ്. അതായത് ഞാൻ പ്രൊഫൈലിംഗ്, പ്രോപ്പർ പ്രൊഫൈലിംഗ് നടത്തും. അവരുടെ ശത്രുക്കൾ ആരൊക്കെയാണ് അവരുടെ പ്രോപ്പറായി പ്രൊഫൈൽ ചെയ്യും. ആ പ്രൊഫൈൽ ചെയ്യുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാവും. ആരാണ് അവരുടെ ശത്രു, അവരെങ്ങനെയാണ് ഈ ഓർഗനൈസേഷന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത്. അങ്ങനെയുള്ളവരെ അവരെ ഉന്മൂലനം ചെയ്യും. അല്ലെങ്കിൽ അവരെ ബ്രൈബ് ചെയ്ത് അല്ലെങ്കിൽ അവരെ വേറെ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് മാറ്റാൻ പറ്റുമെങ്കിലും മാറ്റും. അതല്ല അവരുടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ അവരെ കൂടി കൗണ്ടർ ആക്ടിവിറ്റി, കാരണം അവരുടേതായ വളരെ ഇല്ലീഗലോ അല്ലെങ്കിൽ ഇല്ലിസിറ്റായോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് അങ്ങനെ പല മെത്തേഡാണ് അതിൽ. അപ്പോൾ അതിൽ ആരാണോ ഉന്മൂലനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാണോ ഹിറ്റ് ചെയ്യേണ്ടത് അവരെ ചെയ്യും. അവരാരാണോ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടത്, അതായത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തും. ചില സമയം ചില കുടുംബ പ്രശ്നം ഉണ്ടാകും. ആ കുടുംബ പ്രശ്നം ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഓഫീസർ ആണെങ്കിലും അല്ലെങ്കിൽ ആരാണോ ഈ ഓർഗനൈസേഷൻ എതിർക്കുന്നത് അവരെ മാറ്റിക്കൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഓപ്പറേഷനാണത്. അപ്പോൾ ആരൊക്കെയാണ് ഹിറ്റ് ലിസ്റ്റ് ഉള്ളത്, അവരുടെ ആക്ടിവിറ്റിയും അവരെ എങ്ങനെയാണ് ആ ആക്ടിവിറ്റിയിൽ നിന്ന് അവരെ മാറ്റപ്പെടാൻ പറ്റും, അതിന്റെ ഇന്റൻസിറ്റി നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതൊരു ഒരു ട്രിക്കാണ്, ഒരു നാക്കാണ്. അത് ഓർഗനൈസേഷൻ അത്ര സിസ്റ്റമാറ്റിക് ഈ PFI ഓർഗനൈസേഷൻ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അത്ര കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന് പ്രോപ്പർ പ്രൊഫൈലിംഗിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അത്തരത്തിൽ പ്രൊഫൈലിംഗിൽ കൂടിയിട്ടാണ് അവർ ഈ ഓപ്പറേഷനും ഹിറ്റ് ലിസ്റ്റും ഗ്രേഡ് ചെയ്യുന്നത്. ആ ഗ്രഡേഷൻ പലതരത്തിലായിരിക്കും. അതാണ് ചെയ്തത്. അതൊക്കെയാണ് അന്വേഷണ ഏജൻസി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് NIA ചെയ്തിരിക്കുന്നത്. ഇത് ഭാവിയിലും ഈ ഓർഗനൈസേഷന്റെ ബാൻ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, വളരെ നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ പ്രതികരിച്ചതിന്. രാജീവ് കൂടി ചേരുന്നു. രാജീവ്, എത്രമാത്രം ഗൗരവ സ്വഭാവമുള്ളതാണ് ഈ വിഷയം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. PFI അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിനായി, അവരുടെ ആശയങ്ങൾ വിപുലീകരിക്കുന്നതിനായി 2047 ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കുന്നതിനായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് 977 പേരടങ്ങുന്ന ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെയാണ്. എത്രമാത്രം ഭയാനകമാണ് അവരുടെ ആശയങ്ങളും അതോടൊപ്പം തന്നെ അത് നടപ്പിലാക്കാൻ പോകുന്ന അവരുടെ രീതികളും എന്നുള്ളത് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും PFIയുടെ നിരോധനം എത്രത്തോളം ആവശ്യകതയായിരുന്നുവെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി പിടിച്ചെടുത്ത രേഖകളാണ് നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വ്യാപകമായി തന്നെ സംസ്ഥാനത്ത് NIAയുടെ നേതൃത്വത്തിൽ റെയ്ഡുകൾ നടന്നിരുന്നു. നിരോധനത്തിന് തൊട്ടു മുൻപാണ് സംസ്ഥാന വ്യാപകമായി NIAയുടെ നേതൃത്വത്തിൽ റെയ്ഡുകൾ നടന്നത്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും NIAയുടെ നേതൃത്വത്തിൽ വ്യാപകമായി തന്നെ റെയ്ഡുകൾ നടത്തുകയും ഓഫീസുകളിൽ നിന്ന് വിവിധ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ രേഖകൾ പരിശോധിക്കുന്നതിൽ നിന്നാണ് ഈ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി എന്ന വിവരം NIAയ്ക്ക് ലഭിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചില പേരുകൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ചും പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെ 10 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനൊപ്പം തന്നെ കൊല്ലം ഉൾപ്പെടെയുള്ള ചില ജില്ലകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പരിശോധിക്കുമ്പോഴും ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി എന്ന വിവരം ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധനകൾ നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി 977 പേരുടെ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി എന്ന വിവരം, അതിൻ്റെ തെളിവുകൾ കൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മുൻ ജഡ്ജിയുടെ പേരുൾപ്പെടെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട്. മുൻ ജഡ്ജിയുടെ പേര് മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇതര രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ രീതിയിൽ 977 പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഏത് രീതിയിൽ ഇവരെ കൊലപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട്. ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ വിപുലമായി തന്നെ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഇതിനുവേണ്ടി PFIക്ക് ഒരു പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. റിപ്പോർട്ടിംഗ് വിങ് എന്നാണ് ഈ
ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിങ് അറിയപ്പെട്ടിരുന്നത്. അവരാണ് ഈ രീതിയിൽ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. ആരാണോ PFIയുടെ പ്രവർത്തനങ്ങൾക്ക് ഭീഷണിയാകുന്നത് അവരെ വകവരുത്തുക, അതും ക്രൂരമായ കൊലപാതകങ്ങളാണ് PFI സംസ്ഥാനത്ത് നടത്തിയത് എന്ന് നമുക്ക് അറിയാം. ഒരു ഭീകരവാദ സംഘടന എങ്ങനെയാണോ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ആ രീതിയിലാണ് ഈ ആസൂത്രണം സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തൊട്ടാകെ PFI നടത്തിക്കൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് PFI നിരോധനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. നമുക്കറിയാം PFI നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് അതിനോടുള്ള എതിർപ്പ് എത്രത്തോളം രൂക്ഷമായിരുന്നു എന്ന് പ്രത്യേകിച്ചും ഇടത് വലത് മുന്നണികൾ അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസി നിരത്തിക്കൊണ്ട് തന്നെയാണ് PFI നിരോധനത്തിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ വരും നാളുകളിൽ PFIയുടെ ഒരു സ്വാധീനം എത്രത്തോളം വർദ്ധിക്കും, മാത്രമല്ല ഇതര രാഷ്ട്രീയ പ്രവർത്തകർ, ഇതര മതസ്ഥർ എന്നിവരെയൊക്കെ ഒരു കാരണവുമില്ലാതെ കൊലപ്പെടുത്താനുള്ള പദ്ധതികളായിരുന്നു തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. 2047 സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കും എന്നതായിരുന്നു PFIയുടെ പ്രഖ്യാപിത നയം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മുൻകൂട്ടി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. മാത്രമല്ല നേരത്തെയും PFI ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് PFIയുടെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള സംസ്ഥാനമാണ്, രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള സംസ്ഥാനമാണ് കേരളം. ആ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് PFIയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. മാത്രമല്ല PFIക്ക് ആവശ്യമായ ഫണ്ടുകൾ സ്വരൂപിക്കുന്നത് സംസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര ഇന്റലിജൻസ് സംസ്ഥാന ഇന്റലിജൻസിനും സംസ്ഥാന പോലീസിനും ഉൾപ്പെടെ നൽകിയതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ വേണം, അന്വേഷണം വേണമെന്ന നിർദ്ദേശവും സംസ്ഥാന പോലീസിന് നൽകിയിരുന്നു. എന്നാൽ നമുക്കറിയാം പല ഘട്ടങ്ങളിലും പോലീസ് തയ്യാറാക്കുന്ന ലിസ്റ്റുകൾ, പോലീസ് തയ്യാറാക്കുന്ന പട്ടികകൾ പോലും PFI ഭീകരർക്കായി ചോർത്തി നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില നടപടികളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അതൊക്കെ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു. ഇതിനുശേഷമാണ് PFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊരു മിന്നൽ ഹർത്താൽ നടത്തുന്നു. ആ മിന്നൽ ഹർത്താലിൻ്റെ മറവിൽ സംസ്ഥാനത്ത് നടന്നത് വ്യാപകമായ ആക്രമണങ്ങളാണ്. KSRTC ബസ്സുകൾ ആക്രമിക്കുന്നു, സർക്കാർ വാഹനങ്ങൾ ആക്രമിക്കുന്നു, സ്വകാര്യ വാഹനങ്ങൾ പോലും ആക്രമിക്കുന്നു, ആളുകളെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. ഇതിനുശേഷമാണ് ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള നടപടികളും ഇല്ലാതെ വന്നതോടെയാണ് ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയത്. ഇതിനുശേഷം PFIക്കെതിരെ നടപടി വേണം, PFIയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല. അത്തരം നടപടികൾക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ഹൈക്കോടതി സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതിനുശേഷം കർശനമായ നടപടികളിലേക്ക് പോകും എന്ന മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക്, ഇപ്പോഴും ആ നടപടികൾ പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് PFIയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന കാര്യത്തിൽ 20% പോലും സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അതേസമയം ദേശീയ അന്വേഷണ ഏജൻസി ഈ റെയ്ഡുകൾ സംസ്ഥാന വ്യാപകമായി നടത്തിയതിനു ശേഷമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ പരിശീലന കേന്ദ്രമായിരുന്ന മലപ്പുറത്തെ ഗ്രീൻ വാലി, ആ ഗ്രീൻ വാലിയിലേക്ക് എത്തുകയും ആ ഗ്രീൻ വാലിയിൽ പരിശോധന നടത്തുകയും അവിടെ നിന്ന് ഈ ആയുധ പരിശീലനം ഉൾപ്പെടെ PFI നടത്തിയെന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ സ്വരൂപിക്കുകയും ഇതിനുശേഷം ഈ ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കുന്നതിൽ ഈ ഗ്രീൻ വാലിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കും വലിയ പങ്കുണ്ട് എന്ന ദേശീയ അന്വേഷണ ഏജൻസി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനൊപ്പം തന്നെ ആ ഗ്രീൻ വാലി അടച്ചുപൂട്ടുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങി. നേരത്തെ ഒരു മതപഠന കേന്ദ്രം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരുന്നു ഈ ഗ്രീൻ വാലി നടന്നു വന്നിരുന്നെങ്കിൽ അവിടെ മതപഠനമല്ല നടന്നുകൊണ്ടിരുന്നത്, ആയുധ പരിശീലനം ഉൾപ്പെടെ, അതായത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും PFI ഭീകരരെ അവിടേക്ക് എത്തിച്ച് അവർക്ക് ആയുധ പരിശീലനം ഉൾപ്പെടെയായിരുന്നു മലപ്പുറം ഗ്രീൻ വാലി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇടുക്കിയിൽ ഒരു റിസോർട്ടിന് സമാനമായ പരിശീലന കേന്ദ്രം PFIയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതും ദേശീയ അന്വേഷണ ഏജൻസിയാണ് അടച്ചുപൂട്ടിയത്. നമുക്കറിയാം കോടികളുടെ ആസ്തിയാണ് മലപ്പുറം ഗ്രീൻ വാലി ആയാലും ഇടുക്കിയിലെ ഈ റിസോർട്ടിന് സമാനമായ ആയുധ പരിശീലന കേന്ദ്രമായാലും അതിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും ഈ രണ്ടും ഈടാക്കാനോ അല്ലെങ്കിൽ ഈ രണ്ടും അടച്ചുപൂട്ടാനോ യാതൊരു തരത്തിലുള്ള നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയും PFIക്ക് സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികളിൽ നിന്ന് ലഭിച്ചു, സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചു, ഒരു ഘട്ടത്തിൽ പോലീസിൽ നിന്ന് പോലും ലഭിച്ചു എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. കാരണം PFI കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി എത്തിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസിനെ കൂടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ റെയ്ഡ് ദേശീയ അന്വേഷണ ഏജൻസി
നടപ്പാക്കിയത്. എന്നാൽ സംസ്ഥാനത്ത് മാത്രം ആ വിവരങ്ങൾ ചോരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ രാവിലെ റെയ്ഡിനെത്തുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരുണ്ട്, മറ്റ് ആളുകളുണ്ട്. ഈ വിവരം രഹസ്യമായാണ് സംസ്ഥാന പോലീസിനെ അറിയിച്ചതെങ്കിൽ ആ വിവരങ്ങൾ പോലും ചോരുന്ന ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ PFIക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും സംസ്ഥാനത്ത് നിന്ന് ലഭിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെയാണ് PFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമായി കേരളം മാറിയതും പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രമായി കേരളം മാറിയതും ഈ രീതിയിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ധൈര്യം PFIക്ക് ലഭിച്ചതും. രോഹിണി.